കൊതിച്ചു പോയിടൂ. നിങ്ങളുടെ ഒരു വിജയം കാണാനേ അതുപോലെ കൊതിച്ചിരിക്കുമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെയുള്ള നിങ്ങളുടെ പെർഫോമൻസ് കണ്ട ആരാധകരായി പോയതാണ് ഞങ്ങൾ. ഇനി ഈ ലോകകപ്പിൽ നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ തൊട്ടടുത്ത കളിയിൽ ഇറ്റലിയോട് നിങ്ങൾ തകർന്നടിച്ചു. വെസ്റ്റ് ഇൻഡീസിനോട് നിങ്ങൾ പൊളിഞ്ഞ് പാളിസായിപ്പോയി. എന്നാൽ അവസാനം നിങ്ങളൊരു വിജയം ഞങ്ങൾക്ക് കൊണ്ട് തന്നു. സന്തോഷം. കഴിഞ്ഞ 12 വർഷത്തിനിടയിലുള്ള ആദ്യ വിജയവുമാണ് നേപ്പാളിൻ്റെ. സ്കോട്ട്ലാൻഡിനെ 7 വിക്കറ്റാണ് തകർത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഒരു നിമിഷം നമുക്ക് ഈ ലോകകപ്പിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ബംഗ്ലാദേശിന് വേണ്ടി ഒരു നിമിഷം മാറ്റി വെക്കാം. ഓക്കെ, കളിയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലാൻഡ് ഓപ്പണിംഗ് ഒക്കെ നല്ല സ്റ്റാർട്ടൊക്കെ കിട്ടി, 80 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് കിട്ടും. പക്ഷേ പിന്നീട് വന്ന ആളുകൾക്ക് മൈക്കിൾ ജോൺസിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മൈക്കിൾ ജോൺസ് എടുത്ത സ്കോറൊക്കെ തന്നെയേ ഉള്ളൂ അവസാനം അവർ ഇന്നിങ്സ് കഴിഞ്ഞപ്പോഴും. മൈക്കിൾ ജോൺസ് 45 ബോളിൽ 71 റൺസ് എടുത്തു. അതുകൊണ്ട് സ്കോട്ട്ലാൻഡ് 170 മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ നേപ്പാൾ നല്ല സ്റ്റാർട്ടാണ് കിട്ടിയത്. 2 ഓപ്പണേഴ്സ് മികച്ച രീതിയിൽ കളിച്ചു. പക്ഷേ പൊടുന്നനെ ഓപ്പണേഴ്സ് ഔട്ടാവുന്നു, 1 ഡൗൺ ബാറ്റ്സ്മാൻ ഔട്ടാവുന്നു, പ്രഷറിലായി നേപ്പാൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഇതാ വീണ്ടും തോക്കാൻ പോകാണല്ലോ നേപ്പാൾ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല, ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നലെ മാത്രമല്ല, നേപ്പാളിൻ്റെ എല്ലാ കളികളിലും സ്റ്റേഡിയം ഫുള്ളാണ്. ഇന്ത്യയുടെ ടിക്കറ്റ് വിൽപ്പന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത് നേപ്പാളിൻ്റെ കളി കാണാൻ. അത്ര ആരാധകരാണ് അവർക്കുള്ളത്. അപ്പോൾ ആ നിറഞ്ഞു കവിഞ്ഞ സ്റ്റേഡിയം ആൾക്കാർ വിചാരിച്ചു, നമ്മുടെ ടീം ഈ വർഷവും ഒരു വിജയമില്ലാതെ ഈ ലോകകപ്പ് അവസാനിപ്പിക്കാനുണ്ടോ. അപ്പോൾ അത് അവിടെ വരുന്നു. ദീപേന്ദ്ര സിംഗ് ഐറെ 23 ബോളിൽ 50, 4 4 3 6. അവസാന 5 ഓവറിൽ 59 റൺസ് വേണം അവർക്ക് ജയിക്കാൻ. അടിച്ചെടുത്തു. അങ്ങനെ നേപ്പാൾ പുലിക്കുട്ടികൾ തങ്ങൾ അബദ്ധത്തിൽ വീണ ഒരു ചക്ക മാത്രമല്ല എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ലോകകപ്പിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. സ്കോട്ട്ലാൻഡിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അവസാന നിമിഷം ലോകകപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ബാക്ക് ചെയ്ത് വന്ന ടീമാണ്. 4 മത്സരത്തിൽ ഒരു വിജയം നേടി എന്നുള്ളത് അവർക്ക് ആനന്ദകരം തന്നെയാണ്. ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഇനി ഇറ്റലിയുടെ ഒരു കളി ബാക്കിയുണ്ട്, അത് വെസ്റ്റ് ഇൻഡീസിനോടാണ്. നമുക്ക് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സി ഗ്രൂപ്പിൽ സ്കോട്ട്ലാൻഡ് 3ാമത് ഫിനിഷ് ചെയ്യും റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. ബംഗ്ലാദേശ് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയൊക്കെ തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നുള്ളായിരുന്നു. വെറുതെ കുറേ അവർ തള്ളു കേട്ടു എന്ന് മാത്രം. ആർക്ക് പോയി ബംഗ്ലാദേശിന് പോയി, അത്രയേ ഉള്ളൂ. ഏതായാലും നേപ്പാളിനും സ്കോട്ട്ലാൻഡിനൊക്കെ അഭിനന്ദനങ്ങൾ.